നമ്പർ 122 17 കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് A2 പ്ലാറ്റ്ഫോം 17 മണി 3 മിനിറ്റിന് എഴുതാ. Here you go. Take. With happy. What's happening? I don't know. This is a destiny, I think. Something came. കാസർഗോഡ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാനും മെയ്യും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. മെയ്, നമ്മളെവിടെയാ പോകുന്നത്? എവിടെ പറ നമ്മളെവിടെയാ പോകുന്നത്? മുംബൈ. മെയ് ജനിച്ചത് കേരളത്തിൽ നിന്നാണ്, പക്ഷെ മെയ് ഇതുവരെ കേട്ടും കേരളത്തിലല്ല, കേരളത്തിലെ മെയ് ആദ്യമായിട്ട് കേരളം വിടാൻ വേണ്ടി പോകുന്നു. നമ്മൾ കാസർഗോഡ് നിന്ന് അപ്രതീക്ഷമായി, വളരെ അപ്രതീക്ഷം മുംബൈയിലോട്ട് പോകാൻ വേണ്ടി പോകുന്നു. ആക്ച്വലി ഇന്ന് മെയിന് 7 മണിക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ടൊരു ബസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് 7 മണിക്ക് മുംബൈയിലോട്ടൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഡെസ്റ്റിനി മുംബൈയിലാണ് മെയിനെ കൊണ്ടുപോകുന്നത്. ലെറ്റ്സ് ഗോ. നമ്മുടെ ട്രെയിൻ വന്നു. മെയ്, ലെറ്റ്സ് ഗോ, ഗെറ്റ് റെഡി. നമ്മുടെ ട്രെയിൻ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നു. May, this is our compartment. See the rush, many people. Look. എൻ്റെ അമ്മ, ഫുൾ ആളുകളാണല്ലോ. യെസ്. കുഴപ്പമില്ല കേട്ടോ, സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ സ്ലീപ്പറിലോട്ട് പോയിട്ട് ജനറൽ ടിക്കറ്റ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. നോട്ടെ. Hey, you coming Mumbai? Okay, welcome. തിരുവനന്തപുരത്തോട്ട് പോകാൻ വേണ്ടി പോയ ആള് ലാസ്റ്റ് ബസ് ക്യാൻസൽ ചെയ്തിട്ട് എന്നോട് മുംബൈയിൽ വരുന്നു. You will find new life. Yeah. Mumbai, let's go Mumbai. Are you excited? ജപ്പാൻ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. Tell her to say hi. I will put in the speaker. Okay. Shizuka. How are you? Say hi to Kerala people. Okay. Hello. Hi. Say hello Kerala people. Hello, Kerala people. Yeah. Happy. You hi. Kerala de hasimate de ate. Ichinichi. Aitukute. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പഠിച്ച ജപ്പാനീസ് ഭാഷയാണ് കേട്ടോ. നമ്മുടെ ജപ്പാനീസ് ഷിസുക പെയിൻറ്റർ മുംബൈ എത്തിയിട്ടുണ്ട് കേട്ടോ. മുംബൈ അല്ല, സോറി, എവിടെയാ? പോണ്ടിച്ചേരിയിൽ എത്തി കേട്ടോ ഇപ്പം. നോ മോർ കേരള. ഓക്കെ, വി ഫിനിഷ് കേരള. I want to go back. You want to go back? Get down here. You don't want to go Mumbai? No. I want to stay my country, my land. Where? Kerala, God's own country? Yes. Oh, really? But he like, ഞാൻ 1 ലോഡ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും വയ്യ കേട്ടോ, തൊണ്ടവേദനയും തൊണ്ടപഴുത്തും. ഇതാണ് എൻ്റെ മെഡിസിൻ ബാഗ്. ഇവിടെ നമ്മൾ ഡിന്നറും കോക്കനട്ട് എന്തോ സാധനം. May, do you know what is that? Do you know? Look at them. May, എനിക്കൊന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതെന്ന് തോന്നുന്നു. പൈസ വന്നിട്ട് വാങ്ങുന്നതാണ് കേട്ടോ. സ്മെൽ. Nice. Question. നിങ്ങൾ ഹായ് പറയുന്ന വീഡിയോയില് എനിക്ക് ചുമ ആയതുകൊണ്ട് എനിക്ക് ആയുർവേദ കുറച്ച് ഇതൊക്കെ തന്നു കേട്ടോ. എൻ്റെ ഇതിൻ്റെ അടുത്തുള്ള പാസഞ്ചേഴ്സ്. ഹായ്. എവിടെ പോവാ നിങ്ങൾ ഫാമിലി ആയിട്ട്? മണാലി അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണോ? ഇവിടെ തന്നെ 2 മോളും ഉണ്ട്. ഹായ്, പേരെന്താ? കാതറിനും
കാതറിനെയും ക്രിസ്റ്റീനെ. നിങ്ങളുടെയൊക്കെ പേര്? ജിമ്മി. എവിടെയാ സ്ഥലം? തൃശ്ശൂർ. ഓൾറെഡി നമ്മുടെ കാതറിൻ്റെ ഇതിലെന്തോ ജപ്പാനീസ് കൊറിയൻ സ്റ്റൈലിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി മെയ് ഇത് വാച്ച് ചെയ്യായിരുന്നു. പിന്നെ അവരും ഇവിടെ തന്നെ വന്നു. നമുക്ക് അവസാനം ഞാൻ ചക്കറിൻ്റെ അടുത്ത് പോയപ്പോൾ ചക്കറിന് എന്നെ അറിയായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് ഫൈൻ കൂടെ അടച്ചപ്പോൾ എനിക്കൊരു സീറ്റ് ഇവിടെ 2 സീറ്റ് തന്നു കേട്ടോ നമുക്ക്. ഓ അതായി. എവിടെ നോക്കിയാലും നീയാണല്ലോ മെയിൻ. അവിടെ ഒരു ടീഷർട്ട്, ഇവിടെ വേണ്ട വേറെ ഒന്നില്. എനിക്ക് ഫുള്ള് ചുമയും വയ്യാട്ടോ. ഇനി എന്റെ ആയുധം ഈ സാധനമാണ്. കാണിച്ചു തരാം. Creepy psycho. How are you feeling? Tell me your honest review. Yeah, it's exciting. Are you happy to come with me? Yeah, Little. You cancelled your bus. You coming to Mumbai to drop me to airport? Why are you coming? I don't know. I just want to try to go on other things. Okay. Only that. Only that. बोल रहा हूँ इसलिए जा रहा हूँ और जाता नहीं. विशाल नाम से मैं वहाँ भी बोलूँगा. ആരാ കുടിച്ചിട്ടെന്തോ പ്രശ്നം ഉണ്ടാകുവാണ് കേട്ടോ പുള്ളിക്കാരൻ. കുടിച്ച് പൂസായിട്ട് ലെക്ക് ഇട്ട് പോണണ്ടില്ലേ എന്താന്ന് പറഞ്ഞൂടാ. हेलो ഈ സ്നേക്കിനോ ആക്ച്വലി ടോയ്ലറ്റിൽ പോകാനുള്ള അവസ്ഥ പോലും ഇല്ല കേട്ടോ. ഭയങ്കര നാറ്റം എല്ലായിടത്തും. അല്ലേ മേ? എന്ത് നാറ്റം സ്ലീപ്പർ ഫുള്ള് നാറ്റം. ഇനി എ സിയിലോട്ട് പോവാണ്. അവിടെ കൈയൊക്കെ കഴുകി ഉണ്ടാക്കുന്ന പാൻട്രി വീഡിയോ കേട്ടോ. കൈയൊക്കെ കഴുകിയിട്ട് കേട്ടോ ഒഴിക്കുന്നു മാവില്. അവിടെ പൂരി എന്തോ ഉണ്ടാക്കുന്ന മാവില് കേട്ടോ കൈ കഴുകി ഒഴിക്കുന്നു പുള്ളിക്കാരൻ. എനിക്കത് കറക്റ്റ് സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കാണുന്ന ട്രെയിനിലെ പാൻട്രിയിലെ അവസ്ഥ. It's very clean food. They are washing the hand and putting it in the floor. Okay. When started. No. ഉറക്കൊന്നുമില്ല. ഇവിടെ നമ്മൾ റെയിൽവേ ക്രോസിങ്ങിന് വേണ്ടി എവിടെയോ ഇന്നഞ്ചയിൽ നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ. ആ പറ. രാത്രി കിടന്നുറങ്ങി. എൻ്റെ സൗണ്ടെല്ലാം പോയെന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. മൈ how was your sleep? It's very cold, right? Yeah. നല്ല തണുപ്പ്. ആൾക്കാരൊക്കെ വന്നു. എൻ്റെ തൊണ്ട വയ്യ, സൗണ്ടെല്ലാം പോയി. അയ്യോ. നമ്മുടെ മെയിൻ്റെ മലയാള ബുക്കാണ് കേട്ടോ. മലയാള അക്ഷര പരിചയം. മലയാളം പഠിക്കുന്ന പുസ്തകങ്ങളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ തവള. ഈ മലയാളം എല്ലാ ലെറ്റേഴ്സും അറിയോ? പറ. ഈ ഐ. വേർ ഈസ് ഐ? എല്ലാം തെറ്റിയാണ് കേട്ടോ പറയുന്നത്. ഇതെന്താ? അറിയാം കേട്ടോ. അത്യാവശ്യം ട്രെയിനിൽ ഇതുപോലത്തുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ആൾക്കാരടക്കം. ട്രെയിനിൽ ഫുള്ള് കച്ചവടക്കാരാണ് കേട്ടോ. ഫുള്ള്. How do you feel after Kerala? You're having fun? കച്ചവടക്കാരെയൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. അതാണ്ട് വാച്ച്. അവിടെ ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. എവിടെയൊക്കെ നിർത്തിയിട്ടിട്ട് ഇരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. How are you feeling? So good. Is it very different from Kerala? Yeah, it's really beautiful. What making you different? I don't know. It's just climate and landscape, houses. Yeah. അതായത് മെയ് ആദ്യമായിട്ട് കേരളത്തിലാണല്ലോ ഇന്ത്യയിൽ വന്നത്. 1 വർഷമായി. അന്ന് വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പം
കേരളം വിട്ടപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോഴും വളരെ വ്യത്യാസമല്ലേ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. പനവേൽ ലെസ്കോ 16 മണിക്കൂറിന് ശേഷം ഭയ്യ കേട്ടോ. കാണാം ചേച്ചി, കാണാം ഭയ്യ, കാണാം ഭയ്യ. മലയാളമൊക്കെ പറയും. മക്കളെ കാണാം കേട്ടോ. പൊളിക്ക്. മണാലിയിൽ പോയിട്ട് മഞ്ഞിൽ പൊളിക്കാൻ വേണ്ടി പോവാം. മഞ്ഞില്ല അവിടെ. നോക്കാം, കാണാം. വെറ്റ് വെക്കണം. വേണ്ട. Where is this place? New World? You feel like New World? മെയ് പേടിച്ചു കേട്ടോ. മെയ് അങ്ങനെ നമ്മൾ പനവേലിലെ മെയ് what do you feel? Yeah. You feel like New World? Yeah. Why? Very new. Why do you feel it looks like New World? Why? I don't know. I can't understand anything. Anyone talking. I know only Malayalam. Only Malayalam? സത്യം കേട്ടോ. ആദ്യമായിട്ട് വരുന്നവർക്ക് പുതിയ ലോകം പോലെ തോന്നും. മെയ് പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മളിനി മുംബൈയിലോട്ട് ലോക്കൽ ട്രെയിൻ എടുത്ത് പോകാനായിട്ട് പോകുന്നു. Not afraid. ഞാനേ I'm feeling strange. You're feeling strange? Yeah. You're not afraid because you are with me. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പേടിക്കാത്തത് നീ എൻ്റെ കൂടെ ഉള്ളതാണ്. ഞാൻ കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. എനിക്ക് തന്നെ പേടി. ഫുള്ള് തിരക്കാണല്ലോ. നമ്മുടെ ലോക്കൽ ട്രെയിൻ എടുത്തു. Let's go the subway, sir. മെയ്യുടെ മുഖത്തുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് കേരളത്തിന് പുറത്ത് വന്ന മെയ്. ലാസ്റ്റ് ഇഷ്ടപ്പെടോ എന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഇഷ്ടപ്പെടോ ഇല്ലെന്ന്. ലാസ്റ്റ് വി വിൽ സീ. ലൈക്ക് നിനക്ക് ഇഷ്ടപ്പെടോ ഇല്ലെന്ന് ഇവിടെ. ഓക്കെ, ലാസ്റ്റ് യു ഹാവ് ടു സേ ഇഫ് യു ലൈക്ക് ഹിയർ ഓർ നോട്ട്. ഇവിടെ മെയ് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയ്, ഇസ് ഇറ്റ് വെരി ന്യൂ ഫോർ യു? ഇവിടെയുള്ള ഈ റെയിൽവേയിലൂടെ പോകുമ്പോൾ ഉള്ള സ്ലം ഏരിയകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ധാരാവി പോവുകയാണെങ്കിൽ മെയ് ഭയങ്കര ഷോക്കായി പോവും. നമ്മളിപ്പോൾ CSTയിലോട്ടാണ് പോകുന്നത്. Some people are very polite. Some people are very aggressive. She say something? Let's go. നമ്മളങ്ങനെ CSTയിൽ എത്തിയിട്ടുണ്ട്. ഛത്രപതി ശിവാജി ടെർമിനസിൽ. ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. How are you feeling? Yes. Always I'm asking, how are you feeling? ഞാൻ എപ്പോഴും ചോദിക്കുന്നുണ്ട് എങ്ങനെ തോന്നുന്നു. അതിൻ്റെ കാരണം എന്താണ് അവരുടെ ഫീലിംഗ് എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതിനിടയിൽ 1 മണിക്കൂർ സംസാരിച്ചിട്ട് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ചോദിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ ആകുമ്പോൾ പെട്ടെന്ന് 1 മണിക്കൂർ ഉള്ളതെല്ലാം എടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് മാർക്കറ്റിലേക്ക് തിരക്ക് നോക്കിക്കുക. ഡ്രസ്സും സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട്. ജാക്കറ്റ് വിൻ്റർ ആയതുകൊണ്ട് ജാക്കറ്റൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് നീങ്ങി പോവുക. വീഡിയോയിൽ വരും. ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പം വി സോ മെസ്സി റൈറ്റ് മെസ്സി ഈസ് കമ്മിങ് ഹിയർ ടുഡേ. ഇന്ന് മെസ്സി ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ മെസ്സിയെ കാണാനായിട്ട് പോകുന്ന കുറച്ച് മലയാളികൾ. പേരെന്താ? ഹരി, സായു, നിതിൻ, ഫാസിലാണ് എന്നെ കണ്ടുപിടിച്ചത്. എന്നെ പെട്ടെന്ന് കണ്ടു. അടിച്ചു പൊളിക്കുക കേട്ടോ. മെസ്സിയെ കണ്ടിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വാ. അതിന് മുമ്പ് വാ, നമുക്ക് സെൽഫി എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. മുമ്പ് ഞാൻ വന്നപ്പോൾ എന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പരിചയമായ ഒരു മലയാളി ബ്രോ ഉണ്ട് കേട്ടോ, എന്നെ ഫോളോ ചെയ്യുന്ന. പുള്ളിയുടെ സ്ഥലത്ത് വന്ന് അന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു. അന്ന് എനിക്ക് വേണ്ടി കുറേ മീനൊക്കെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഇന്ന് എനിക്ക് നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ വന്ന് വല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതാണ് കേട്ടോ റഹ്മാനിയ റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്ന് മലയാളം കണ്ടപ്പോൾ ഹാപ്പിയായാ? ഇപ്പോൾ ഹാപ്പിയായാ? മലയാളം തന്നെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ പറ്റുമോ? പറ, വായിരി. അതെ, എന്തുണ്ട് വിശേഷം? സുഖം. മെയ് വാ. ഇത് മെയ് ഹാഫ് ജപ്പാനി ഹാഫ് മലയാളി. അറിയോ? കണ്ടോ? ഈ സോ ഇൻ ദ വീഡിയോ. മെയ് നെട്ടിയിരിക്കുകയാണ് കേട്ടോ. മെയ് ദിസ് ഈസ് ഫോർ യു. മെയ് അൺഫോർച്ചുനേറ്റ്ലി ചിക്കനൊന്നും കഴിക്കൂല, ഫിഷ് മാത്രം കഴിക്കും കേട്ടോ. ഇവിടെ ഓൾറെഡി കുറേ സാധനങ്ങളുണ്ട്, നിറച്ചിരിക്കുവാണ് ഇവിടെ ടേബിളിൽ മുഴുവൻ കേട്ടോ. കഴിച്ചു. ഇതിനിടയിൽ എൻ്റെ മുടിയല്ല താടി ഒന്ന് ശരിയാക്കി. ഇതിനിടയിൽ മൊബൈലിൻ്റെ സ്ക്രീൻ കവർ ശരിയാക്കി. ബ്രോ, ഇതാണ്
ബ്രോനെ പറയേണ്ട ഇല്ലല്ലോ, ബ്രോൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ റഹ്മാനിയിൽ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്ന് ബ്രോനെ പരിചയപ്പെട്ടതാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് വന്നപ്പം പിന്നെ ബ്രോനെ മീറ്റ് ചെയ്തില്ല, വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അവിടെ ആയിരുന്നു. പിന്നെ ഇപ്പം ബ്രോനെ കാണാൻ വേണ്ടി വന്നു. നാളെ ഫ്ലൈറ്റ് ഉണ്ട്, അതിന് മുമ്പ് ഞാൻ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. ബ്രോൻ്റെ അവിടെ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ചു. ബ്രോ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രോ ഒരു ഫുഡ് ബ്ലോഗൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പേര് പറ. ബിഫോർ ഈറ്റ് കുക്ക് എന്ന് പറഞ്ഞു. ബിഫോർ ഈറ്റ് കുക്ക് നോക്കണം കേട്ടോ. ഇതിലൂടെ ഒരു വീഡിയോ ഉണ്ടാവും. ഞാൻ കഴിക്കുന്നതൊക്കെ എന്തൊക്കെയോ കാര്യം എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് എയർപോർട്ട് ഭാഗത്തോട്ട് പോവാണ്. മെയ് ഫുഡ് കൊള്ളായിരുന്നോ? സത്യം പറ, കൊള്ളാമോ? കൊള്ളാമെന്ന് പറഞ്ഞിട്ട് മെയ് പറഞ്ഞു ഡീലാണ് കേട്ടോ. 2 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ എയർപോർട്ടിലോട്ടുള്ള മെട്രോ ആണ് കേട്ടോ. മുംബൈയിലെ മെട്രോ. മുംബൈയിൽ ആദ്യമായിട്ടല്ലേ മെട്രോ? മുംബൈയിൽ ആദ്യത്തെ മെട്രോ മോണോ റെയിൽ അണ്ടർപാസ് മെട്രോ ഫസ്റ്റ് ആദ്യമായിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ ഞാൻ. കാണാം. മെയ് ലെസ്കോ. ഞങ്ങളങ്ങനെ എയർപോർട്ടിനടുത്തോട്ട് എത്താറായി. ഇതിനിടയിൽ മെയ്, ഹൗ മെനി ടൈംസ് യു സെഡ് ബൈ ടു മീ? 5 തവണ. അതായത് മെയ് നെടുമങ്ങാട് വെച്ച് മെയ്യുടെ അടുത്ത് എൻ്റെ വീട്ടിൻ്റെ അവിടെ വെച്ച് ഗുഡ് ബൈ പറഞ്ഞു. ഇനി നമ്മൾ മീറ്റ് ചെയ്യലാന്ന് മെയ്. എന്നിട്ട് ഞാൻ തിരുവനന്തപുരം വിട്ടപ്പോൾ എന്നെ കാണാൻ വേണ്ടി വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നു ബൈ പറയാൻ വേണ്ടി. 2 പിന്നെ ഇന്നലെ കാസർഗോഡ് നിന്ന് മെയ്ക്ക് തിരുവനന്തപുരത്തോട്ട് പോകാനുള്ള ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ കാസർഗോഡ് നിന്ന് ബൈ പറയേണ്ടത്. 3 ഇപ്പോൾ താണ്ടെ മുംബൈയിൽ വന്നിരിക്കുകയാണ്. 4ാമത് എന്നെ വിട പറയാം, എന്നെ ട്രെയിൻ കയറ്റി വിടാനായിട്ട്, ഫ്ലൈറ്റ് കയറ്റി വിടാനായിട്ട്. ഇനി അമേരിക്കയിൽ വരുമോ നീ? Will you come to America now? Yeah, I want to. You want to? I want to. Don't come with me, okay? I want to enjoy alone. Okay. I want to spend my time alone. ഒറ്റയ്ക്ക് എനിക്ക് എൻജോയ് ചെയ്യണം. നീ വരരുത് കേട്ടോ. ഇനി ഇത് ലാസ്റ്റ് ബൈ. ഇനി വരരുത് പ്ലീസ് പ്ലീസ്. Don't worry, I am going back to Kerala. ഓക്കെ. മെയ് തിരിച്ച് കേരളത്തിലോട്ട് പോവാണ്. ഇത് നമ്മുടെ അവസാനത്തെ ബൈ ആയിരിക്കും. ഇന്ന് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. മുംബൈയിലെ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മളൊരു ടാക്സി പിടിച്ച് നമ്മൾ ഇനി റൂമിലോട്ട് പോകുന്നു. മെയ്, ട്രാഫിക് ഒക്കെ എങ്ങനെയുണ്ട്? മുംബൈ ട്രാഫിക് യു ഫീൽ ലൈക്ക് ഡിഫറെൻറ്റ് വേൾഡ്? സോ സിറ്റി ഫുള്ള് സിറ്റി ഇതും തിരക്കും ബഹളവും. തിരുവനന്തപുരം സിറ്റി ഈസ് ബെസ്റ്റ് റൈറ്റ്, ലെസ് സൗണ്ട്. ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം വന്നു. ഞാൻ കാണിച്ചു തരാം എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കും വന്ന് സ്റ്റേ ചെയ്യാം അല്ലേ അല്ലേ ബ്രോ? അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. ആദ്യം ഞാൻ ഇവിടുത്തെ ബൺമസ്കയെ പരിചയപ്പെടുത്തരാം. ബട്ടറും ബണ്ണുമായിട്ടുള്ള സാധനം. പിന്നെ ഇത് നമ്മുടെ കീമയും ചപ്പാത്തിയും. ഇവിടെ നമ്മുടെ മെയ്, ഇവിടെ നമ്മുടെ ഫഹീം ബ്രോ. എന്തുണ്ട് ബ്രോ വിശേഷം? ഫഹീം ബ്രോനെ പരിചയമുള്ളത് ഞാൻ 2 വർഷത്തിന് മുന്നേ ഉള്ള ഡിസംബറിലല്ലേ, ഈ സെയിം ടൈമിൽ. ഫോണിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മെയ്യുടെ ഫോൺ വെച്ച് ഞാൻ എടുക്കുവാണ്. ബ്രോനെ പരിചയം 2 വർഷത്തിന് മുന്നേ. ഇതേ സമയത്ത് എക്കയും കരോളയും പലിശയൊക്കെ ആദ്യമായിട്ട് വന്നപ്പം ഞാൻ ആഫ്രിക്കയിൽ നിന്ന് മുംബൈയിൽ വന്നു. അപ്പോൾ ഇവർ മുംബൈയിൽ വന്നു, ലാൻഡ് ചെയ്തു. ഞാനിവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നു. എന്നിട്ട് രാവിലെ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. വെളുപ്പാലത്ത് വന്നിറങ്ങി ബ്രോൻ്റെ ഹോട്ടലിൽ പോയിട്ടാണ് റിഫ്രഷൊക്കെ ചെയ്തിട്ട് അന്ന് നമ്മൾ ട്രെയിൻ കയറി കേരളത്തിൽ പോകുന്നത്. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഒന്നും ഇടയ്ക്കൊന്നും കണ്ടില്ല. ഇനി ഇപ്പോൾ വന്നു ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ബ്രോ എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? മെസ്സിയുടെ വരവുകൊണ്ട് തിരക്കാണെന്നായിട്ട് ഹോട്ടലൊക്കെ പീക്ക് സീസൺ മെസ്സി വന്നതുകൊണ്ട് ക്രൗഡഡ് ആണല്ലേ? ഞാൻ എയർപോർട്ടിൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കീമ പൊറോട്ട. ഇത് മട്ടൻ ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു എഗ് എന്ന്. ഇത് മട്ടൻ കീമ. ഇവിടെ നമ്മുടെ ലസ്സി. ഇവിടെ ബസ്കാമണ്ണ്. നമ്മുടെ ചപ്പാത്തി. ബ്രോ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, സ്പെൻഡ് ചെയ്തതിലും എല്ലാത്തിലും. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് നടക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങുന്നുണ്ട്. നടന്നിട്ട് തിരിച്ച് റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് കുറച്ച് പണിയുണ്ട്. ന്യൂയോർക്കിൽ പോകുന്നു. ഞാൻ വിചാരിച്ചത് ന്യൂയോർക്കിലെത്തുന്നത് ഏതോ ദിവസം രാവിലെ എന്നാണ്. എന്നിട്ട് നേരെ ബ്രസീൽ എംബസി പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇപ്പം നോക്കിയപ്പം ഫ്ലൈറ്റ് നോക്കിയപ്പം ഏതോ ദിവസം, അതായത് 15-ാം തീയതി വൈകിട്ടാണ് കേട്ടോ എത്തുന്നത് ന്യൂയോർക്കിൽ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ എന്തെങ്കിലും നോക്കണം, എവിടെ കിടക്കണം, എവിടെ എന്താണ് പ്ലാൻ. തണുപ്പുണ്ടോ? തണുപ്പില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കാം. തണുപ്പുള്ളതുകൊണ്ട് നോക്കണം കേട്ടോ. ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. കാണാം. നമ്മളിവിടുത്തെ ഏതൊരു വ്യൂ പോയിന്റിൽ പോയിട്ട് ഫ്ലൈറ്റ് എന്തോ കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. ഫ്ലൈറ്റിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത് എന്തോ കാണാൻ വേണ്ടി പോവാം. അങ്ങനെ വരുന്ന വഴിയിൽ കുറേ ഇവിടെ മാരേജ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ചെറിയ ചെറിയ ഗല്ലി ഏരിയകളാണ്. ഫുള്ള് ഗല്ലി ഏരിയ വഴികളാണ് കേട്ടോ.
കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുവാണ് കേട്ടോ. എക്സൈറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. വൈ യു ആർ സോ എക്സൈറ്റഡ്? I'm so happy to see. ഇറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ് ഫോർ യു. So different. എനിക്കിത് ഡിഫറെന്റ് വേൾഡ് ആണ് കേട്ടോ. വേറെ ഏതോ ഒരു നാട്ടിൽ വന്ന ഫീലാണ്. ഓ പയ്യ നടാ. നമ്മൾ ഓരോ ഗല്ലികൾ കയറി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അവിടെ എന്തോ സൗണ്ടും മ്യൂസിക്കും. പ്രതീക്ഷമായിട്ട് കയറി വന്ന ഏതോ ഒരു കല്യാണമാണ് കേട്ടോ. ഏതൊരു പയ്യൻ്റെ കല്യാണം. ഹൗസ് എ വെഡിങ്. സീ ലുക്ക് ലുക്ക് ലുക്ക്. അവിടെ കല്യാണത്തിന് ആരോ നിന്ന് അവരെ സ്വീകരിക്കുകയാണ് കേട്ടോ. ചെറുക്കനെ സ്വീകരിക്കുന്ന അത് പെണ്ണിനി. May, how are you feeling? Amazing. I got to see two weddings. Two wedding. നേരത്തെ കണ്ടത് ഒരു ഹിന്ദു വെഡിങ്, ഇത് കണ്ടത് ഒരു മുസ്ലിം വെഡിങ്. രണ്ട് വെഡിങ് ഒരേ സമയത്ത് കേട്ടോ. മെയ് വണ്ടടിച്ചിരിക്കുവോ. അവിടെ എന്തൊക്കെയാണ് നടക്കണം കേട്ടോ. നമ്മൾ വീണ്ടും നടക്കുമ്പോൾ അടുത്ത കല്യാണം തോന്നുന്നു എവിടെയോ. മെയ് കോൺഫിഡൻ്റ് ആയിട്ടോ. കണ്ടില്ലേ, നടക്കുന്ന കണ്ടില്ലേ. ഭയങ്കര സന്തോഷത്തോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അല്ലായിരുന്നു ഏതോ പള്ളി പരിപാടിയിൽ നിന്ന് കിട്ടിയ സാധനമാണ്. ഹോണടിച്ചുകൊണ്ട് മുഴക്കം കേൾക്കാൻ വയ്യ. ഹൗസ് ഇറ്റ് ഗുഡ്. ഏതോ ഒരാൾ വന്നിട്ട് മെയ്ക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ. ലൈറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഫുൾ എലി കേട്ടോ. അതോ എലികൾ നോക്കിക്ക് ഓടുന്നത്. എൻ്റെ അമ്മോ മെയ് ഇതെന്താ ഓടുന്നു നാറ്റം. മെയ് ഓടുവാണ് കേട്ടോ. മെയ് പയ്യ പയ്യ. ഫുൾ എലി കേട്ടോ ഇവിടെ. അടുത്ത ഇവിടെ എലി. മെയ് മെയ് വെയിറ്റ് വെയിറ്റ്. മെയ്ക്ക് മതിയായ വയ്യ നാറ്റവും
മെയിനും എനിക്ക് മാത്രം അറിയാം. മെയിനെ കൈപിടിച്ചുകൊണ്ടോണ് കൊച്ചുകുട്ടികൾ പോകുന്ന പോലെ. എവിടെയാണെന്ന് കേട്ടോ, ഏതൊക്കെ ഗല്ലിയുടെ അകത്തൂടെ പോവാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ്. ഗല്ലി കയറി വന്നത് ഇതിലേക്കൂടെ. ഇത് നമ്മുടെ ഒരു പള്ളി എന്തോണ് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി വേണം മുകളിലോട്ട് പോകാനായിട്ട്. ഇവിടെ നമ്മൾ മുകളിൽ പോയാൽ നമുക്ക് എപ്പോഴും പള്ളിയല്ല ഫ്ലൈറ്റ് വരുന്നതെല്ലാം കാണാം. ഇവിടെ ഓരോ ആളുകളുടെ വീടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് എവിടെ കണ്ടില്ലേ ഒരാൾ താമസിക്കുന്ന വീടുകളും വഴികളും. ഭാഗത്ത് നിന്ന് നമുക്ക് ദാണ്ട് ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഞാൻ റൂമിൽ വന്നു, ഞാൻ കാണിച്ചു തരാം. സോറി. ഓക്കെ, റൂമിൽ വന്നു. ഈ കാണുന്നത് മെയ്യുടെ റൂമാണ്. എൻ്റെ റൂം അപ്പുറത്താണ്. ഞാനിവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ച പ്രോയില്ലേ, അവരുടെ സ്ഥലമാണ് ക്യാബിൻ സ്റ്റേ എന്ന് പറയുന്ന ഒരു സ്ഥലം. ക്യാബിൻ സ്റ്റേ എയർപോർട്ട് ഒന്ന് അടിച്ചാൽ മാത്രം മതി കേട്ടോ. ഇതുപോലുള്ള ക്യാബിന് ഒരാൾക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. എൻ്റെ അപ്പുറത്തെ റൂം വേറെ. അപ്പം ഞാനും മെയിൻ കൂടെ താണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നേരത്തെ ഉച്ചയ്ക്കുള്ള ലെഫ്റ്റ് ഓവർ ചിക്കൻ റൈസ്, ഒരു ഫ്രൈഡ് റൈസ്, കുറച്ച് ചിക്കന്, മീൻ. ഇത് പ്ലീസ് ഇറ്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിൽ പോവും. നിങ്ങളിത് കണ്ടോ എന്താണെന്ന്? ഇതാണ് കേരളം. ഇതിൻ്റെ ഡിസൈനാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഇത് പ്രിൻ്റ് അടിച്ചപ്പോൾ ഒരു തെറ്റിപ്പോയി, കുറച്ച് കുഞ്ഞായിപ്പോയി. ഇത് വലുതാക്കിയിട്ട് വീണ്ടും പ്രിൻ്റ് അടിക്കണം, വേറെ പല കളറിലടിക്കണം. എന്നിട്ട് കേരളത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഞാൻ പോകുന്നത് US-ലോട്ടാണ്. US-ലും താഴോട്ട് മെക്സിക്കോ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പൊതുവെ ഞാൻ അങ്ങനെയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. ഏത് സ്ഥലത്തും ആയാലും ഞാൻ ആരുടെ അടുത്ത് കണ്ടാലും പിന്നെ അവർ കേരളം എന്ന് പറയുന്ന സ്ഥലം മറക്കില്ല. അങ്ങനെയാണ് ഞാൻ പൊതുവേ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വാ കഴിക്കാം. എന്നാ കസേര ഏരി എവിടെ ഇരി, ഇവിടെ ഇരി, കസേര ഏരി, കസേര ഏരി. ഓക്കെ, ശരി എന്നാ. Why are you laughing always? Tell me. എപ്പോഴും ചിരി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഇടയിൽ നമ്മളൊരു ബാൻഡേഡൊക്കെ ഒട്ടിച്ചു. ഹാർട്ട് ബ്രോക്കൺ ബാൻഡേഡ്. ബൈ. നമ്മളിനി എയർപോർട്ടിലോട്ട് പോവാണ്. ഞാൻ എയർപോർട്ടിലോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. സോറി, ഞാൻ ആ സ്ഥലത്തിൻ്റെ ബാക്കി കാണിച്ചു തന്നില്ല. നിങ്ങൾ ക്യാബിൻ സ്റ്റേ എയർപോർട്ടിൽ നിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആ സ്ഥലം കിട്ടും. നല്ലതുപോലെ ഒറ്റയ്ക്ക് ഒരാൾക്കൊക്കെ ഒന്നായിട്ടോ രണ്ടുപേരോ മൂന്നായിട്ടോ വന്ന് നല്ലപോലെ കിടന്നുറങ്ങി എയർപോർട്ടിൽ ഇന്നലോട്ട് പോകാനായിട്ട് പറ്റിയ അടിപൊളി റൂമാണ് കേട്ടോ. ഞാൻ പ്രൊമോഷൻ തരുന്നതല്ല, കാര്യമായിട്ട് പറയുന്നതാണ്. ക്യാബിൻ സ്റ്റേ ഇതൊന്ന് അടിച്ചു നോക്കിയിട്ട് നിങ്ങൾ അവിടെ ബുക്ക് ചെയ്ത് വയ്ക്കുക. മലയാളിയും കൂടെയാണ്. അപ്പോൾ നടന്നു പോയാൽ മതി. ഞാൻ താണ്ട് നടന്നു പോകുന്ന പോലെ എയർപോർട്ടിൽ 10-12 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നടന്നെത്താൻ പറ്റുന്നതാണ്.